പൂരം കാണാൻ പോയി ജീവൻ നഷ്ടപ്പെട്ട ടൈസൺ ഒരു യാദൃച്ഛിക അക്രമ സംഭവത്തിന്റെ ഇരയല്ല. പൂരത്തിന് ഒഴുകിയെത്തുന്ന ആൾക്കൂട്ടത്തിന്റെ മനോഘടനയിലെ ഹിംസാത്മകമായ ഉന്മാദമാണ് ഇവിടെ വെളിവാകുന്നത്. വ്യക്തി ആൾക്കൂട്ടമാകുമ്പോൾ സാമൂഹ്യ സമചിത്തത നഷ്ടമാകുന്നു. ഇതിന് മൂലഹേതുവാകുന്നത് പൂരപ്പറമ്പിൽ അനിയന്ത്രിതമൊഴുകുന്ന മദ്യമാണ്. ഇതിലെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത പൂരനടത്തിപ്പിലെ സർക്കാർ തീരുമാനങ്ങളിൽ പോലും നിർണായക സ്വാധീന ശക്തി മദ്യലോബിയാണ്. അതുകൊണ്ട് ടൈസന്റെ ദുരന്തത്തിൽ നിന്ന് പൂരത്തെക്കുറിച്ചുള്ള വിശാല വിശകലനം അനിവാര്യമാകുന്നു. പൂരങ്ങൾ പ്രകൃതിവിരുദ്ധമാകുന്നത് ആനകളോട് കാട്ടുന്ന കൊടും ക്രൂരത കൊണ്ടാണ്. ഏത് ദൈവമാണ് പറഞ്ഞത് എനിക്ക് ആനപ്പുറത്തിരുന്ന് എഴുന്നള്ളണം എന്ന്? 4 കാലും ചങ്ങല കൊണ്ട് കൂട്ടിക്കെട്ടി സാധു മൃഗങ്ങളെ നെറ്റിപ്പട്ടം കെട്ടിച്ചു നിർത്തണമെന്ന് ഏത് ദൈവത്തിനാണ് ഇത്ര നിർബന്ധം? അതായത് ഇവിടെ പ്രശ്നം ദൈവങ്ങളുടെ അല്ല, അമ്പലം പള്ളി കമ്മിറ്റിക്കാരുടെ ഹുങ്കിൻ്റേതാണ്. അതിന് നിയമം ലംഘിക്കാൻ കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ സർക്കാരുകൾ. മാത്രമല്ല, നാട്ടാന പരിപാലന നിയമം ഉണ്ടാക്കുന്ന സർക്കാരുകൾ ഓർക്കണം, ഒരാനയും നാട്ടാനയല്ല, എല്ലാ ആനകളും കാട്ടാനകളാണ്. സാധുമൃഗങ്ങളായ ആനകളെ പീഡിപ്പിക്കുന്നത് കണ്ട് രസിക്കുന്ന പരപീഡാനന്ദികളുടെ കൂത്തരങ്ങാണ് പൂരപ്പറമ്പുകൾ. മിനിറ്റിൽ കൂടുതൽ നിന്നാൽ ശരീരത്തിൽ മർദ്ദവ്യതിയാനമുണ്ടാകുന്ന ആനകളെ 8 മണിക്കൂർ വരെ ചങ്ങലക്കിട്ട് കൊടും വെയിലിൽ നിർത്തി പൊള്ളിക്കുന്നു. ശബ്ദ സംവേദനം കൂടുതലുള്ള മൃഗമായതിനാൽ ഇതിൻ്റെ കേൾവിശക്തി തകർത്തുകളയും, വലതു കണ്ണിൻ്റെ കാഴ്ചശക്തി നശിപ്പിച്ചു കളയും. എന്നിട്ട് കൊടിയ മർദ്ദനത്തിൻ്റെ ഓർമ്മപ്പേടി മുതലെടുത്ത് ആനകളെ പൂരത്തിനെത്തിക്കുന്നു. കൂട്ടത്തോടു കൂടിയിട്ട് ജീവിക്കാൻ അനുവദിക്കുക, അവരെ അവരുടേതായിട്ടുള്ള ആവാസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വിടുക, ഇതൊക്കെയല്ലേ വേണ്ടത്. ഇത് ആനകളെ നട്ടപ്പുറ വെയിലത്ത് നിർത്തി അതിൻ്റെ മുകളിൽ കൊടയും വടിയും കുന്തവും പഞ്ചാമരവും സംഗതികളൊക്കെ വെച്ച് എന്നിട്ട് അതിൻ്റെ അവകാശികൾ, അതിനെ ആനന്ദിക്കുന്ന ആൾക്കാർ. ഇതിപ്പോൾ ആനകളെ ഇനി 4 കാല് മേൽപോട്ടാക്കിയിട്ട് നിർത്തിയിട്ട് അതിനെ പൊരിക്കുന്നത് കാഴ്ച കാണാൻ അതിനും ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ആനേനെ അവിടെ കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കാണാൻ ആൾക്കാർ വരും. ആനയുടെ കരച്ചിലൊന്നും അവിടെ പ്രശ്നമില്ല. തൃശൂർ പൂരത്തിന്റെ പ്രധാന കാഴ്ചാവിശേഷമാണ് കുടമാറ്റം. 15 വീതം ആനകളെ ഇരുഭാഗത്തുമായി നിർത്തി അതിനു മുകളിൽ 3-4 പേർ കയറി കുടകൾ മാറ്റിക്കുത്തുമ്പോൾ വേദന കൊണ്ട് പുളയുകയാണ് ഈ സാധുമൃഗം. മനുഷ്യന്റെ കാഴ്ചാസുഖത്തിനായി മൃഗങ്ങൾ പീഡിപ്പിക്കപ്പെടണമെന്ന് ഒരു ദൈവത്തിൻ്റെയും തീർപ്പില്ല. ഈ തെക്കേ ഗോപുരത്തിൻ്റെ പുറത്ത് ഈ 15-30 ആനകളെ 2 വിഭാഗങ്ങൾ വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ 3 പേര് കയറിയിരുന്ന് കോലം വെച്ച ആനയുടെ മുകളിൽ 4 പേരുണ്ടാവും. ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഈ നിലത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന കുടകൾ ആനകളുടെ നടുമ്പുറത്ത് കുത്തിവെച്ച് ഇതും 50-55 സെറ്റ് കുടകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം മുഴുവനും ആന ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുവാണ്. ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് ഈ പാർമേക്കാവ് വിഭാഗത്തിൻ്റെ ഭാഗത്ത് ആനകൾ വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് സമതലത്തിലാണെങ്കിലും ഈ തിരുവമ്പാടിക്കാരുടെ ആനകൾ കഴിഞ്ഞൊരു 20 കൊല്ലമായിട്ട് നിൽക്കുന്നത് തെക്കേ ഗോപുരത്തിൻ്റെ തൊട്ട് ചുവട്ടിലാണ്. എന്നുവെച്ചാൽ മുൻകാല് ചുവട്ടിലേക്കും പിൻകാല് മുകളിലേക്കും നിൽക്കുന്ന അവസ്ഥയിൽ സ്ലോപ്പിലാണ് ഒരു ആനയെ നിർത്തുന്നത്. ചൂട് അല്പം പോലും താങ്ങാനാകാത്ത ആനകളെ മേടമാസ കൊടും ചൂടിൽ 36 മണിക്കൂർ വരെയാണ് പൂരപ്പറമ്പിൽ നിർത്തുന്നത്. ആനകൾ അസ്വസ്ഥത പ്രകടിപ്പിക്കാതിരിക്കാൻ മുൻകാലുകൾ അടക്കം പരസ്പരം ബന്ധിപ്പിക്കും. എന്നാൽ ഏതെങ്കിലും ഒരാന കുതറിയാൽ വൻ ദുരന്തമാകും പൂരപ്പറമ്പിൽ ഉണ്ടാവുക. മനുഷ്യൻ്റെ മാത്രം ആർത്തിക്ക് അല്ലെങ്കിൽ അവൻ്റെ ഈ ദുരാഗ്രഹത്തിനും ഒക്കെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും പാത്രമായിക്കോളണം എന്നുള്ള ഒരു മുഷ്കൊണ്ട് പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ പഴയ തലമുറയിൽ പെട്ട ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള മഹർഷിമാരും ബഷീറിനെ പോലുള്ള എഴുത്തുകാർ, എത്രയോ ആൾക്കാർ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ നിലവിൽ വരുത്തുക എന്നുള്ളത് തന്നെയാണ് പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡായിട്ട് വരേണ്ടത്. അതിന് പകരം ഇത് മനുഷ്യന് ആനയെ എഴുന്നള്ളിക്കാൻ ഇഷ്ടമാണ്. അത് കൂച്ചുവലം കിട്ടിട്ടോ കുന്തം കൊണ്ട് കുത്തിയിട്ടോ അല്ലെങ്കിൽ അതിന് മയക്കുപിടി വെച്ചിട്ടോ എങ്ങനെയായാലും അതിനെ നിർത്തി അതിന് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എന്നോ നിരോധിക്കേണ്ട ഒരു കാര്യമാണ്.
സൂര്യാഘാതമേറ്റ് മനുഷ്യർ പൊള്ളി വീഴുന്ന ഈ വേനൽക്കാലത്തും നാട്ടാന പരിപാലന നിയമത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാർ ഇളവ് ചെയ്തു കൊടുത്തു. ദൈവത്തിന്റെ പേരിൽ ആനകളെ പീഡിപ്പിച്ചു കൊല്ലാൻ സർക്കാരിന്റെ അനുമതി. ആനക്കമ്പക്കാർ എന്ന നരാധമന്മാർക്കു വേണ്ടി ആനകളെ പ്രദർശിപ്പിച്ച് പീഡിപ്പിച്ച് കൊല്ലുന്നു. അതായത് ചൂട് കൂടിയ സമയത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആളുകൾ പോലും 11 തൊട്ട് വൈകിട്ട് 3:30 വരെ ഓപ്പൺ എയറിൽ നിന്ന് പണിയെടുക്കരുത് എന്ന് പറഞ്ഞ സർക്കാർ ഇവിടുത്തെ കുറച്ച് നായർ പ്രമുഖന്മാർ ഒരു ഫാക്സ് അയച്ച് 2 ഫോൺ വിളിക്കുമ്പോഴേക്കും ഈ ആനകളേനെ 96ഓളം ആനകളെ 1.5 ദിവസത്തോളം നട്ടപ്ര വെയിലത്ത് നിർത്തി എഴുന്നള്ളിക്കാനായിട്ട് സകലവിധ വ്യവസ്ഥകളും ഇളവ് ചെയ്തു കൊടുത്ത മന്ത്രിസഭയുടെ നടപടി ഭരണഘടനാപരമായ ലംഘനമാണെന്നും മാത്രമല്ല വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനമാണെന്നും അതോടുകൂടി തന്നെ ഈ മിണ്ടാപ്രാണികളായിട്ടുള്ള ആനകളെ പീഡിപ്പിക്കാനായിട്ട് കൂട്ടുനിന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത്രയും പീഡനം ഏറ്റുവാങ്ങാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഈ ആനകൾ അകാലത്തിൽ ചരിയുന്നത്. പൂരത്തിനെത്തിക്കുന്ന ആനകൾ നാഡീവ്യവസ്ഥ തകർന്ന് ചത്തുവീഴുകയാണ്. അതായത് പൂരങ്ങളിൽ നടക്കുന്നത് ദയയില്ലാത്ത മൃഗബലിയാണ്. നടുവിൽ കോലം പിടിച്ച 2 ആനകൾ അവിടെ ഒരു 11:30 തൊട്ട് 2:30 മണി വരെ ആ വെയിലത്ത് നിൽക്കുകയും അതിൻ്റെ വളരെ അടുത്ത് അതിഭയങ്കരമായിട്ടുള്ള നിയമവിരുദ്ധ ഡൈനാമിറ്റുകൾ പൊട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആനകളുടെ നാഡീ വ്യവസ്ഥയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. തൃശ്ശൂർ പൂരത്തിനെ എന്നുവെച്ച ആനകൾ ഭൂരിഭാഗവും 2-3 വർഷം കഴിഞ്ഞാൽ ചത്തുപോകുന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതും 32-33 വയസ്സിലെ ആനകൾ ചാവുക എന്ന് പറഞ്ഞാൽ അത് ഇവർ ഏൽപ്പിക്കുന്ന ഭീകരമായിട്ടുള്ള സമ്മർദ്ദം മൂലം ആനകളുടെ നാഡീവ്യവസ്ഥയും ആനകളുടെ ശ്വസന വ്യവസ്ഥയും ദഹന വ്യവസ്ഥയും തകരാറായിട്ട് ഇവറ്റകൾ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ചാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആനകൾ കണ്ടു രസിക്കാനുള്ളതല്ല, കാട്ടിൽ മേഞ്ഞു നടക്കാനുള്ളതാണെന്ന അടിസ്ഥാന പ്രകൃതി നിയമമാണ് ദൈവങ്ങളുടെ പേരിലുള്ള ഈ അനാചാരത്തിൽ ലംഘിക്കപ്പെടുന്നത്. ദലിതർ ക്ഷേത്രത്തിൽ കയറുന്ന അനാചാരവും വിശ്വാസത്തിന്റെ പരിരക്ഷ നൽകാതെ പിഴുതെറിഞ്ഞ നാടാണ് ഇത്. അതുകൊണ്ട് ആനകളെ പൂര പെരുന്നാൾ പറമ്പുകളിൽ പീഡിപ്പിക്കുന്ന അനാചാരവും പിഴുതെറിയപ്പെടണം. പൂരത്തിന്റെ ഭാഗമാണ് വെടിക്കെട്ട്. എന്നാൽ വെടിക്കെട്ട് എന്ന ശബ്ദഹിംസ ആരെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടണം. അതുപോലെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത പൂരങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യപരമായ ആഘോഷമാകുന്നത്? ഇത്തവണ പൂരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമപ്രവർത്തകയും പൂരം കാണാനെത്തിയ വിദേശ വനിതയും ആൾക്കൂട്ടം കശക്കിയെറിഞ്ഞു. തൃശൂർ പൂരത്തിന് 2 നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. അതിന്റെ പിറവി തന്നെ ഭ്രഷ്ടെന്ന സവർണ അധികാര പ്രയോഗത്തിൽ നിന്നാണ്. അന്ന് ശക്തൻ തമ്പുരാൻ നാടുവാണ കാലം. അന്നത്തെ പ്രധാന പൂരമായ ആറാട്ടുപുഴ പൂരത്തിന് പേമാരി മൂലം തൃശ്ശൂരിലെ പ്രമുഖ സംഘങ്ങൾക്ക് എത്താനായില്ല. അങ്ങനെ ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ ശക്തൻ തമ്പുരാൻ അടുത്ത പൂരം നാളിൽ ആരംഭിച്ചതാണ് തൃശൂർ പൂരം. ആ സവർണ കോയ്മയുടെ ചരിത്രഭാരം പേറിയാണ് ഇന്നും തൃശൂർ പൂരം നടക്കുന്നത്. രാജഭരണം മാറി റിനൈസൻസിൻ്റെ മൂവ്മെൻറ്റ് വന്നു. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ജനാധിപത്യ ഒരു സംവിധാനം വന്നു. എന്നിട്ട് പോലും ഇപ്പോൾ പുറത്ത് നടക്കുന്ന എലിഞ്ഞിത്തറ മേളം എന്നൊക്കെ പറഞ്ഞതിൽ ആ ഒരു മേളത്തിനകത്ത് മാരാന്മാരല്ലാതെ വേറെ ആരും കൊട്ടാൻ സമ്മതിക്കില്ല. എത്ര വിദഗ്ധനായിട്ടുള്ള ഒരു കൊട്ടുകാരൻ വന്നാലും അതിൽ വേറെ ഒരു പ്രമാണിയായിട്ട് നിൽക്കാനൊന്നും സാധിക്കില്ല അവരുടെ. അപ്പോൾ ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന സമ്പ്രദായങ്ങളാണ് അല്ലെങ്കിൽ ആചാരങ്ങളാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. സ്ത്രീകൾ അകത്തളങ്ങളിലെ ഉരുൾക്കെട്ടിൽ ഒതുങ്ങി ജീവിക്കണമെന്ന നാടുവാഴിത്ത പുരുഷബോധം പൂരങ്ങളിൽ ദൃശ്യമാണ്. ആചാരപരമായ വിലക്കില്ലെങ്കിലും പൂരത്തിരക്കിൽ സ്ത്രീ സാന്നിധ്യം വിരളമാണ്. കാരണം പൂരപ്പറമ്പിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ഈ ജനാധിപത്യ സംവിധാനത്തിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി പ്രവേശിക്കാനാകാത്ത ആഘോഷ സ്ഥലമാണ് പൂരപ്പറമ്പ്. പൂരത്തിന് പോവുക എന്ന് പറയുമ്പോൾ
ഒരു അതിക്രമത്തിന് ഇരയാവാൻ പോവുക എന്ന മട്ടാണ്. അതായത് സാരി എടുത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സാരി പോലും ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോൾ എന്നൊക്കെയാണ് നമ്മുടെ മുത്തശ്ശിയും കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പൂരത്തിൻ്റെ ചിത്രങ്ങളും അതിനുശേഷം TV വന്നതിന് ശേഷം ചാനലുകളിൽ വരുന്ന പൂരത്തിൻ്റെ എവിടെയും ഒരു സ്ത്രീയെ പോലും കാണാനില്ല. പിന്നീട് ഞാൻ ആദ്യമായി പൂരം കാണുന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടർ ബീന ഇരുന്ന സമയത്താണ്. ഡോക്ടർ ബീന ജില്ലാ കളക്ടർ ആയിരുന്ന സമയത്താണ് ഞാൻ പൂരം കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ അവരുടെ ഒരു സുഹൃത്താവുകയും അങ്ങനത്തെ ചില പ്രിവിലേജ് ക്ലാസ്സുകൾ നിന്ന കാരണം കൊണ്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് പൂരം കാണാൻ പറ്റി. ആൾക്കൂട്ടം ബൃഹത് പുരുഷ ശരീരമായി മാറുന്നതാണ് പൂരങ്ങളിൽ കാണാനാകുന്നത്. അവിടെ സ്ത്രീകൾ എതിർലിംഗ ശരീരങ്ങൾ മാത്രമായി മാറുന്നു. അതുകൊണ്ടാണ് പൂരം കാണാനെത്തിയ വിദേശ വനിതയും റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകയും 1000 കൈകൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങി നിലവിളിച്ചത്. പക്ഷേ സ്ത്രീകൾക്ക് പൂരത്തിനകത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം പുരുഷന്മാരുടെ സാന്ദ്രതയാണ്, പുരുഷാരമാണ് അവിടെ ഉള്ളത്. അവിടെ സ്ത്രീയില്ല, സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്ത്രീ ഉപദ്രവിക്കും. പൊതു ഇടങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല സ്ത്രീകൾക്ക്. പിന്നെ പൂരം ആസ്വദിക്കുന്ന ഒരു നിലപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുരുഷന്മാർ അവരുടെ ശരീരവും മനസ്സും ആയിട്ടൊരു നൃത്തത്തോടെ കൂടി അല്ലെങ്കിൽ താളത്തോടു കൂടി പൂരം ആഘോഷിക്കുമ്പോൾ സ്ത്രീകൾ കൈകൾ കെട്ടി നിന്ന് വളരെ അടങ്ങി ഒതുങ്ങി നിന്ന് മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന താളത്തെ ഒരു കാരണവശാലും പുറത്തേക്ക് അറിയാതെ പോലും വരാൻ പാടില്ല എന്ന മട്ടിൽ പേടിച്ചൊക്കെയാണ് പൂരം ആഘോഷിക്കുന്നത്. പൂരത്തിനിടെ ആൾക്കൂട്ടം ഇത്രമേൽ ഹിംസാത്മകമാകാൻ കാരണം മദ്യത്തിൻ്റെ അനിയന്ത്രിതമായ ഒഴുക്കാണ്. പൂരം നടക്കുന്ന 48 മണിക്കൂർ തൃശ്ശൂരിൽ മദ്യം നിരോധിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിട്ടും മദ്യലോബിക്ക് മുന്നിൽ സർക്കാർ ലജ്ജയില്ലാതെ കീഴടങ്ങി. പോലീസ് പോലും ആ ദിവസം മദ്യം വിൽക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പൂരത്തിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ജില്ലാ കളക്ടർ മദ്യം വിൽക്കാനായിട്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. ഇത് മദ്യത്തിൻ്റെ വിൽപ്പനയും ഈ പൂരം നടത്തിയപ്പോൾ തമ്മിൽ നിഷേധമായിട്ടുള്ള ബന്ധമുണ്ട്. പിന്നെ പൂരപ്പറമ്പിൽ ഈ നട്ടപ്പുറ വെയിലത്ത് നിൽക്കുന്ന മനുഷ്യൻ ബോധത്തോടുകൂടി ഒരിക്കലും നിൽക്കില്ല. ആ ബോധാവസ്ഥയിൽ മദ്യം കഴിച്ച് എന്താണ് കാണുന്നത് എന്ന് തോന്നാത്ത മനുഷ്യന്മാർ ഈ ആനകളെ പീഡിപ്പിക്കുന്നത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് വന്നു നിന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മദ്യത്താൽ ഉത്തേജിതമായ ആക്രമണോത്സുകതയാണ് ആൾക്കൂട്ട ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ പൊതു പുരുഷ അബോധം പ്രതിഫലിക്കുന്നു. ആഹ്ലാദിക്കാനുള്ള ഇടങ്ങളേക്കാൾ അല്ലെങ്കിൽ അവസരങ്ങളേക്കാൾ കൂടുതൽ മനുഷ്യരുടെ മുഖത്തൊക്കെ ഒരു തരം ക്രൗര്യം, ഒരു വയലൻസിൻ്റെ സംഭവമാണ് ഞാൻ കാണുന്നത്. ചെറിയ ചെറിയ ഉത്സവങ്ങളിൽ പോകുമ്പോഴും മനുഷ്യൻ സന്തോഷിക്കുന്ന മുഖങ്ങളല്ല കാണുന്നത്. ക്രൗര്യത്തിൻ്റെ ഒരു തരം അക്രമവാസനയുള്ള മനുഷ്യരായിട്ട്, പ്രത്യേകിച്ച് മദ്യപിച്ചിട്ടെത്തുന്ന മലയാളികൾ, അവർക്കൊക്കെ ഒരു അക്രമവാസനയാണ് ഉണ്ടാവുന്നത്. അക്രമം, ഒരു വയലൻസ്, അത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു അണ്ടർ കറൻ്റായിട്ട് ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്നത് അക്രമവാസന. പൂരം നാളിലെ വെടിക്കെട്ട് പ്രകൃതിയോടുള്ള ശബ്ദഹിംസയായി മാറുന്നു. ആൾക്കൂട്ടത്തിനരികെ നടത്തുന്ന പകൽ വെടിക്കെട്ടാണ് ഇതിൽ ഏറ്റവും അപകടകരം. പലതവണ അപകടങ്ങളുണ്ടായിട്ടും ഈ ശബ്ദാക്രമണം ഇന്നും തുടരുന്നു. പകൽ വെടിക്കെട്ട് നടക്കുമ്പോൾ കാറിൻ്റെ ചില്ലുകളും കെട്ടിടത്തിൻ്റെ ജനാലകളും പൊട്ടിച്ചിതറും. ഇത്രയും ജനത്തിരക്കുള്ളതിൻ്റെ ഉള്ളിലാണ് ഈ വെടിക്കെട്ട് നടത്തുന്നത്. ഞാൻ ഒരു വർഷമേ പോയിട്ടുള്ളൂ. ആ വർഷം കണ്ടമാനം ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ 5-10 ആൾക്കാരെങ്കിലും മരിച്ചിട്ടുണ്ടാവും ഈ വെടിക്കെട്ടിൽ അപകടം പറ്റി. അതിനുശേഷം ഞാനതിന് പോയിട്ടില്ല. വെടിക്കെട്ടിൻ്റെ ശബ്ദ നിയന്ത്രണത്തിനായി സുപ്രീം കോടതി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും മതനിഷ്ഠയുടെ മറവിൽ തൃശ്ശൂർ പൂരത്തിനായി അവ ഒഴിവാക്കി. ശബ്ദം നിയന്ത്രിച്ച് വെളിച്ചത്തിന് പ്രാമുഖ്യം നൽകി വെടിക്കെട്ട് നടത്തണമെന്ന് നിർദ്ദേശം ഉയർന്നുവെങ്കിലും നടപ്പാക്കപ്പെട്ടില്ല. തൃശ്ശൂരിന് മാത്രമായിട്ട് അത് ഒഴിവാക്കേണ്ട യാതൊരാവശ്യമില്ല. നിയന്ത്രണങ്ങൾ ആന ഉൾപ്പെടെയുള്ള ആന ശബ്ദം മറ്റേ വെടിക്കെട്ട് ഇതുപോലുള്ളതിൽ എല്ലാത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇവിടെയും കൊണ്ടുവരണം എന്നുള്ള പ്രകാരമാണ്. സ്വയം പരിഷ്കരിക്കാതെ ഒന്നിനും മുന്നോട്ടു പോകാനാകില്ല, ഏത് ദൈവത്തിൻ്റെ പേരിലുള്ള മതത്തിനായാലും. കാരണം ചരിത്രത്തിൻ്റെ വിചാരണയിൽ നിന്ന് ഒരു മതവും ഒഴിവായിട്ടില്ലെന്ന് കാലം സാക്ഷ്യം പറയുന്നു.